നമസ്കാരം. പ്രധാന വാർത്തകൾ. കൈക്കൂലി വാങ്ങുന്നതിനിടെ ആദൂർ വില്ലേജ് ഓഫീസറെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തു. പാചകവാതക വിതരണക്കൂലി പുതുക്കാൻ ജില്ലാ സപ്ലൈ ഓഫീസർ കൺവീനറായി സമിതി രൂപീകരിച്ചു. സംസ്ഥാന വനം വികസന കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്ന ഗവി ഇക്കോ ടൂറിസം പദ്ധതി നവീകരിക്കുന്നു. നവീകരണം 2.2 കോടി രൂപ ചിലവഴിച്ച്. വാർത്തകൾ വിശദമായി. കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസറെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തു. ആദൂർ വില്ലേജ് ഓഫീസറും പരവനടുക്കം സ്വദേശിയുമായ കെ അനിൽകുമാറാണ് അറസ്റ്റിലായത്. സ്ഥലത്തിന്റെ രൂപരേഖ തയ്യാറാക്കുന്നതിന് ആദൂരിലെ ഫറൂഖിനോട് 1000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഡിവൈഎസ്പി കെ ദാമോദരന്റെ നേതൃത്വത്തിലുള്ള സംഘം അനിൽകുമാറിനെ അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച 11:40 അനിൽകുമാർ പിടിയിലായത്. അനിൽകുമാറിനെ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. വിജിലൻസ് ഇൻസ്പെക്ടർ വി ഉണ്ണികൃഷ്ണൻ, ASI-മാരായ രാംദാസ്, രാജീവൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിശ്വനാഥൻ, ബാബു, മധു, സിവിൽ പോലീസ് ഓഫീസർമാരായ രാധാകൃഷ്ണൻ, കൃഷ്ണൻ, ജയപ്രകാശ്, വിനോദ് എന്നിവരടങ്ങിയ സംഘമാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത്. പാചകവാതക സിലിണ്ടറുകൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിന് നിലവിലുള്ള വിതരണക്കൂലി പുതുക്കി നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് ജില്ലാ സപ്ലൈ ഓഫീസർ കൺവീനറായി സമിതി രൂപീകരിച്ചു. കളക്ട്രേറ്റിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. കാഞ്ഞങ്ങാട്, കാസർഗോഡ് താലൂക്ക് സപ്ലൈ ഓഫീസർമാർ, മോട്ടോർ വാഹന അളവ് തൂക്ക പരിശോധന വകുപ്പുകളുടെ പ്രതിനിധികൾ, ഉപഭോക്താക്കളുടെയും പാചകവാതക വിതരണ ഏജൻസികളുടെയും പ്രതിനിധികൾ എന്നിവരുൾപ്പെടുന്ന കമ്മിറ്റി വിതരണക്കൂലി പുതുക്കി നിശ്ചയിക്കുന്നതിനുള്ള പഠനം നടത്തും. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർക്കു പുറമെ ഗ്യാസ് ഏജൻസി പ്രതിനിധികളായ കെ നാരായണൻ, മണികണ്ഠൻ, രാജേഷ് ചെറുവത്തൂർ, ഉപഭോക്താക്കളുടെ പ്രതിനിധികളായ ഹമീദ് കുണിയ, കെ ബഷീർ എന്നിവർ സമിതിയിൽ അംഗങ്ങളാണ്. നവംബർ 20 സമിതി റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കും. 3 വർഷമായി ജില്ലയിൽ വിതരണക്കൂലി പുതുക്കി നിശ്ചയിച്ചിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ ഓഗസ്റ്റിൽ കൂലി പുതുക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഗ്യാസ് ഏജൻസി പ്രതിനിധികളുടെ ആവശ്യം പരിഗണിച്ചാണ് യോഗം ചേർന്നത്. ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ അനധികൃത ഉപയോഗം തടയുന്നതിനും ഗ്യാസ് സിലിണ്ടറുകളുടെ ലഭ്യത, സിലിണ്ടർ വിതരണം എന്നിവ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന പരാതികൾ പരിഹരിക്കുന്നതിനും എണ്ണക്കമ്പനികൾ, ഗ്യാസ് ഏജൻസികൾ, ഉപഭോക്തൃ സംഘടനാ പ്രതിനിധികൾ, ഉപഭോക്താക്കൾ എന്നിവരുടെ ഓപ്പൺ ഫോറം കളക്ടറുടെ അധ്യക്ഷതയിൽ 29 രാവിലെ 11 മണിക്ക് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേരും. കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ ഡെപ്യൂട്ടി കളക്ടർ PK സുധീർ ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സപ്ലൈ ഓഫീസർ VA മോഹനൻ, കാസർഗോഡ് താലൂക്ക് സപ്ലൈ ഓഫീസർ MV രാമകൃഷ്ണൻ, ഹോസ്ദുർ റേഷനിംഗ് ഇൻസ്പെക്ടർ ഷംസുദ്ദീൻ, അളവ് തൂക്ക നിയന്ത്രണ വകുപ്പ് അസിസ്റ്റന്റ് കൺട്രോളർ രാമപ്രസാദ് ഷെട്ടി, ഗ്യാസ് ഏജൻസികളുടെയും ഉപഭോക്തൃ സംഘടനകളുടെയും പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാന വനം വികസന കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്ന ഗവി ഇക്കോ ടൂറിസം പദ്ധതി നവീകരിക്കുന്നു. നവീകരണത്തിനായി 2.2 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അടൂർ പ്രകാശ് പത്തനംതിട്ട കലക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ അറിയിച്ചു. സംസ്ഥാന വനം വികസന കോർപ്പറേഷൻ ആഭിമുഖ്യത്തിൽ ഗവി കേന്ദ്രമാക്കി ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കി വരികയാണ്. ദിനംപ്രതി 100 പേർക്ക് അനുമതിയുള്ള പദ്ധതിയിൽ സഞ്ചാരികൾക്കായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനാണ് തീരുമാനം. നവീകരണത്തിന്റെ ഭാഗമായി സഞ്ചാരികളുടെ ക്യാമ്പ് സെന്ററായ ഗ്രീൻ മാൻഷൻ കോട്ടേജിൽ സൗകര്യങ്ങൾ വിപുലമാക്കും. ഇവിടെ ഓഡിയോ വിഷ്വൽ റൂം, കോൺഫറൻസ് ഹാൾ എന്നിവയും നിർമ്മിക്കും. മ്യൂസിയത്തിന്റെ വിപുലീകരണത്തിനും തുക അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. Renovation of accommodation at Green Mansion at Swiss Cottage tent. 3 setting up of ഒരു ഓഡിയോ വിഷ്വൽ റൂം, ഒരു കോൺഫറൻസ് ഹാള്, ഒരു മ്യൂസിയം, അപ്ഗ്രഡേഷൻ ഓഫ് ഫെസിലിറ്റീസ് അറ്റ് ക്യാമ്പിംഗ് ഏരിയ. അപ്പോൾ നിലവിലുള്ള ക്യാമ്പിംഗ് ഏരിയയിലേക്കുള്ള ഫെസിലിറ്റി കൂട്ടാൻ വേണ്ടി, പിന്നെ ബോട്ട് വാങ്ങുന്നതിന് കൺസ്ട്രക്ഷൻ ഓഫ് ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടി ആൻഡ് ഫ്ലോട്ടിംഗ് വാക്ക് വേ. ഗവിയിലെ നവീകരണത്തിനായി 1.35 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. വിനോദസഞ്ചാരികൾക്കായി കൊച്ചുപമ്പയിലും സൗകര്യം ഏർപ്പെടുത്തുമെന്നും മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. ഗവി ഇക്കോ ടൂറിസം പദ്ധതിയിൽ സഞ്ചാരികൾക്കായി ഡേ പാക്കേജ്, ഗ്രീൻ മാൻഷൻ, കോട്ടേജ് ടെന്റ്, ജംഗിൾ ക്യാമ്പ് എന്നീ പേരുകളിലായി 4 പാക്കേജുകളാണ് ഉള്ളതെന്ന് ഫ്രണ്ട് ഓഫീസ് മാനേജർ സിസിലി പറഞ്ഞു. രാവിലെ 8 മണിക്ക് തുടങ്ങി 4:30 അവസാനിക്കുന്നത്. അതിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്,
അതിനുശേഷം ലഞ്ച്, ട്രക്കിംഗ്, ബോട്ടിംഗ്, ഗൈഡിനെ കൊടുക്കും. ഈവനിങ് ടീ ഉണ്ട്. 4:30 അത് അവസാനിക്കും. അതിന് 1000 രൂപ. അടുത്തത് ജംഗിൾ ലോഡ്ജ്. അതിന് 2200 രൂപയാണ് ഒരാൾക്ക്, 24 മണിക്കൂർ നേരത്തിന്. അതിനകത്ത് 3 നേരം ഭക്ഷണം, താമസ സൗകര്യം, ബോട്ടിങ്, ട്രക്കിങ്, ഗൈഡ്, ഒരു ജംഗിൾ സഫാരി, ഇതെല്ലാം ഉൾപ്പെടും. 24 മണിക്കൂർ നേരത്തിനുള്ളത്. പിന്നെ കോട്ടേജ് ടെൻറ്റ്, അതിന് 2500 രൂപയാണ്. ഇതിന് ഗ്രീൻ മാൻഷൻ ജംഗിൾ ലോഡ്ജിൻ്റെ പോലെ തന്നെ ട്രക്കിംഗ്, ബോട്ടിംഗ്, ഗൈഡ്, ജംഗിൾ സഫാരി എല്ലാം ഇതിൽ ഉൾപ്പെടും. ഗവിയിലെയും കൊച്ചുപമ്പയിലെയും നവീകരണ പ്രക്രിയകൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും മന്ത്രി അടൂർ പ്രകാശ് വനം വികസന കോർപ്പറേഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർവകലാശാലയുടെ നീലേശ്വരം പടന്നക്കാട് ക്യാമ്പസിൽ ശാസ്ത്ര വിനിമയം നാടൻ കലകളിലൂടെ 5 ദിവസത്തെ ശില്പശാല ആരംഭിച്ചു. ഡോക്ടർ എം ആനന്ദരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്ത്രബോധം ജനങ്ങൾക്കിടയിലുണ്ടാക്കിയ ശേഷം മാത്രമേ സാങ്കേതിക വിദ്യകൾ സമൂഹത്തിൽ ഉപയോഗിക്കാവൂ എന്നും ഇതിനായി വിദ്യാർത്ഥികൾ മുഖ്യ പങ്കുവഹിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നെല്ലിക്കുന്ന് കടപ്പുറം പാലത്തിന് 28-ന് പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിംകുട്ടി തറക്കല്ലിടുമെന്ന് NA നെല്ലിക്കുന്ന് MLA അറിയിച്ചു. 10 മീറ്റർ വീതിയും 45 മീറ്റർ നീളത്തിലുമാണ് പാലം നിർമ്മിക്കുക. 5 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന ചെലവ്. ഇനി ഒരിടവേള. വസ്ത്രവിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കാഞ്ഞങ്ങാടിത പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റുമുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാന്റ്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങൾക്കായി ഒരുക്കുന്നു. കണ്ണൻസ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കണ്ണൻസ്, ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം. വാർത്തകൾ തുടരുന്നു. ഗുരുതരമായ അപസ്മാര രോഗം മൂലം സംസാരിക്കാനും നടക്കാനും കഴിയാത്ത 4 വയസ്സുകാരൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചതിനെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ അമ്മയ്ക്ക് മകന്റെ ചികിത്സയ്ക്ക് പുറമെ നിത്യവൃത്തിക്ക് പോലും പ്രതിസന്ധിയിലായിരിക്കുന്ന ഗതികേടിലാണ് ഇന്ന്. കാഞ്ഞിരപ്പള്ളി സ്വദേശി സന്ധ്യയും മകൻ ആദിത്യനുമാണ് വിധിയുടെ വിളയാട്ടത്തിന് ഇരകളായിരിക്കുന്നത്. വീടെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. ടിൻഷീറ്റ് വെച്ച് മറച്ച ഒരു മാടം. ഇതിലാണ് 25 വയസ്സുള്ള അമ്മ സന്ധ്യയും 4 വയസ്സുകാരനായ മകൻ ആദിത്യനും കഴിയുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയതിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയ ഈ അമ്മയ്ക്കും മകനും ഇന്ന് കൂട്ട് ദുരിതങ്ങൾ മാത്രം. നാട്ടുകാരുടെയും ഏതാനും ബന്ധുക്കളുടെയും സഹായം കൊണ്ടാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. ഇങ്ങനെ എത്ര നാളെന്ന് അറിയില്ല. 5-ാം മാസം മുതൽ തുടങ്ങിയ അപസ്മാര രോഗമാണ് ഈ കുഞ്ഞിന്. 4-ാം വയസ്സിൽ എത്തി നിൽക്കുമ്പോൾ ആദിത്യന് സംസാരിക്കാൻ കഴിയില്ല. എന്തിന് പരസഹായം കൂടാതെ ഒന്ന് ചാരിയിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്കൊപ്പം നടത്തുന്ന ആയുർവേദ ചികിത്സയിലാണ് കാര്യമായ പുരോഗതി കുട്ടിക്ക് ഇന്നുണ്ടായിരിക്കുന്നത്. ഇതിന് മാസം തോറും 15,000 രൂപയെങ്കിലും വേണം. നിത്യവർത്തിക്ക് പോലും ബുദ്ധിമുട്ടുന്ന അമ്മയ്ക്ക് മകന്റെ ചികിത്സയ്ക്ക് പണം എവിടെ നിന്ന് ലഭിക്കുമെന്ന് അറിയില്ല. ഇപ്പം ഇവിടെ ആയുർവേദം ആണ് കൊച്ചിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയുർവേദത്തിൽ കൂടെ ഒത്തിരി കുഞ്ഞിന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം യാതൊരു നിവൃത്തിയില്ല. കൊച്ചിൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ടിട്ട് പോയി. ഫിസിയോതെറാപ്പി ചെയ്ത് ഇപ്പം നട്ടെല്ലിന് വിലക്കുറവാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അത് ഫിസിയോതെറാപ്പി കൂടെ മാറുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ഇടയ്ക്കിടെ ഫിക്സ് വരുന്നതിനാൽ അടിയന്തരമായി ചികിത്സ പുനരാരംഭിക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നട്ടലിനും ബലക്ഷയമുള്ളതിനാൽ ഇതിന്റെ പണച്ചെലവ് തനിക്ക് ഒരിക്കലും താങ്ങാനാവില്ലെന്നും സന്ധ്യ കണ്ണീരോടെ പറയുന്നു. ഈ വാർത്ത കാണുന്ന സുമനസ്സുകളുടെ സഹായം ഈ പാവങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സഹായം നൽകാൻ താൽപര്യമുള്ളവർ പാമ്പാടി SBT ബ്രാഞ്ചിലെ ഈ അക്കൗണ്ട് നമ്പറിൽ ധനസഹായങ്ങൾ നിക്ഷേപിക്കാം. ഹോസൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം ശതാബ്ദി ആഘോഷ സമാപനവും ഐക്യ നാണയം സുവനീർ പ്രകാശനവും ഒക്ടോബർ 25 വെള്ളിയാഴ്ച ബാങ്ക് പരിസരത്ത് വെച്ച് നടക്കും. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ജില്ലാ വാർഷിക സമ്മേളനം പ്രസിഡന്റ് രവീന്ദ്രൻ കണ്ണങ്കൈ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് N അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ യൂത്ത് കോർഡിനേറ്ററെ നിയമിക്കുന്നു. യോഗ്യത SSLC.
പഞ്ചായത്ത് പരിധിയിലുള്ളവർക്ക് മുൻഗണന. 18-നും 35-നും മധ്യേ പ്രായം. അഭിമുഖം 31-ന് 11 മണിക്ക് മംഗൽപാടി പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൈക്കൂലി വാങ്ങുന്നതിനിടെ ആദൂർ വില്ലേജ് ഓഫീസറെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തു. പാചകവാതക വിതരണക്കൂലി പുതുക്കാൻ ജില്ലാ സപ്ലൈ ഓഫീസർ കൺവീനറായി സമിതി രൂപീകരിച്ചു. സംസ്ഥാന വനം വികസന കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്ന ഗവി ഇക്കോ ടൂറിസം പദ്ധതി നവീകരിക്കുന്നു. നവീകരണം 2.2 കോടി രൂപ ചിലവഴിച്ച്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.